നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ലസ്റ്റർ ആണ്, ഇന്ന് ക്ലാസ് ഇല്ല, ടീച്ചേഴ്സിന്റെ ക്ലസ്റ്റർ നടക്കുന്ന ദിവസമാണ്, ഇന്ന് കുട്ടി ക്ലാസ് ഇല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ആശയങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് കുട്ടികളിൽ നിന്ന് തന്നെയായിരിക്കണം. ആ ആശയ രൂപീകരണം കഥകളിലൂടെ നടക്കണം. സന്ദർഭങ്ങൾ വിവരിച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ നിന്ന് രൂപീകരിച്ചെടുക്കണം. ഈ രീതിയിൽ തന്നെയാണ് സ്റ്റേറ്റിന്റെ ടെക്സ്റ്റ് ബുക്കും നിർമ്മിച്ചിട്ടുള്ളത്. അതിനുള്ള ആക്ടിവിറ്റീസ്, അതിനുള്ള ടൂൾസ് ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിനെ അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്ന് കൃത്യമായി മനസ്സിലാക്കി നമ്മൾ പഠിപ്പിക്കാൻ ആരംഭിച്ചാൽ വളരെ രസകരമായി സ്റ്റേറ്റ് ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ഇന്നത്തെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും ഈ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ആ ടെക്സ്റ്റ് ബുക്ക് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം വ്യത്യസ്തമായ ട്രെയിനിങ്ങുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ലസ്റ്റർ ആണ്, ഇന്ന് ക്ലാസ് ഇല്ല, ടീച്ചേഴ്സിന്റെ ക്ലസ്റ്റർ നടക്കുന്ന ദിവസമാണ്, ഇന്ന് കുട്ടി ക്ലാസ് ഇല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ക്ലസ്റ്റർ ഉദ്ദേശിക്കുന്നത് അധ്യാപകർ ശരിക്കും ഈ പാഠപുസ്തകങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ വിവരിക്കേണ്ടതെന്നും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും പഠിക്കാനായി പോകുന്ന ട്രെയിനിങ്ങുകളാണ്. അധ്യാപകർ ശരിക്കും ഈ പാഠപുസ്തകങ്ങൾ എങ്ങനെ പഠിപ്പിക്കണമെന്ന് പഠിക്കാനായി പോകുന്ന ട്രെയിനിങ്ങുകളാണ്. ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ മാറ്റങ്ങളനുസരിച്ച് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മാറ്റം നല്ല രീതിയിൽ ഉൾക്കൊള്ളാനും പഠിപ്പിക്കാനും നമ്മൾ അധ്യാപകർക്കും അതുപോലെ തന്നെ അമ്മമാർക്കും സാധിച്ചാൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ടും അവരുടെ ആശയ രൂപീകരണവും അവരുടെ ലോജിക്കൽ തിങ്കിങ്ങും എല്ലാം നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിക്കും.